പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ധനുശപുരം ലിവിംഗ് വേ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ ഞായറാഴ്ചകളിലും നടന്നു വരുന്ന ഗ്രാമീണ സുവിശേഷകരണവും ലഹരിമുക്ത സന്ദേശമായിട്ട് ഈ ഞായറാഴ്ചയിലും ബ്രായിമൂട് പട്ടണത്തിൽ ഈ സുവിശേഷ പ്രവർത്തനവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ച വലിയ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ശബ്ദപരിധിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ ശബ്ദം ശ്രമിക്കുന്ന യാത്രക്കാർ, ഈ മേഖലകളിൽ വിവിധ തരങ്ങളിൽ ബിസിനസ്സുകൾ ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും ധനുശപുരം ലിവിംഗ് വേ മിനിസ്ട്രിയുടെ പേരിലുമുള്ള സ്നേഹവന്ദനവും നന്ദിയും അറിയിക്കുന്നു. ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരികളുടെ ഉൽപ്പന്നങ്ങൾ അനേക കുടുംബങ്ങളെ സമാധാനമില്ലാതെ അനുഭവത്തിലേക്ക് കൊണ്ടുവരികയാണ്. അനേക തലമുറകൾ, നാളത്തെ യുവതലമുറകളിൽ ബുദ്ധിമണ്ഡലങ്ങൾ നഷ്ടപ്പെട്ട് മദ്യത്തിനും ലഹരികൾക്കും അടിമയായി അവിടെ ജീവിതം യൗവനത്തിൽ നശിപ്പിച്ച് കളയുന്നൊരനുഭവത്തിലേക്ക് ഈ കാലഘട്ടം മാറിയിരിക്കുകയാണ്. കേരളത്തിലെ സർക്കാരും കേരളത്തിലെ പോലീസ് അധിപതികളും നിയമങ്ങളും നാളുകൾ കൊണ്ട് കർശനമായുള്ള പരിശോധനകളും കർശനമായുള്ള മുന്നറിയിപ്പുകളും ലോകത്തിൽ നൽകപ്പെടുന്നു എങ്കിലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇന്നുവരെയും ഒരു ശാന്തത വരുന്നില്ല എന്നാണ് യഥാർത്ഥമായ ഒരു സത്യം. മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ഓരോ പ്രവൃത്തികൾക്കും ഓരോ അനീതികൾക്കും ഇവിടെ ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ വന്നിരിക്കുകയാണ്. കാരണം വിശുദ്ധ ബൈബിൾ പറയുന്നു, ഇത് അന്ത്യ കാലഘട്ടമാണ്. അന്ത്യകാലഘട്ടം എന്ന് പറയുമ്പോൾ പാപത്തിൻ്റെ മൂർത്തിയായ മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാതെ അക്രമത്തിലും അനീതിയിലും മറ്റു പാപത്തിൻ്റെ പ്രവൃത്തികളിൽ മനുഷ്യൻ്റെ മനുഷ്യത്വം എടുത്തു കളഞ്ഞുകൊണ്ട് മൃഗത്തിന് തുല്യനാക്കുന്ന പൈശാചികമായ ശക്തിയുടെ വ്യാപാരം ഈ കാലഘട്ടത്തിൽ അനേക മനുഷ്യനെ സ്വാധീനം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. ഇതിൻ്റെ അകത്തു നിന്നും മനുഷ്യനെ നമുക്ക് എങ്ങനെ രക്ഷിച്ചെടുക്കുവാൻ കഴിയും? ഈ ലോകത്തിൻ്റെ ഭരണ സംവിധാനങ്ങൾക്കോ ലോകത്തിൻ്റെ പ്രവൃത്തികൾക്കോ ഒന്നും മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയത്തില്ല. മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന ഏക പുസ്തകമുണ്ടെങ്കിൽ അത് സത്യവേദ പുസ്തകമാണ്. അതിന് തെളിവ് ഞങ്ങൾ തന്നെയാണ്. ഒരു കാലഘട്ടം മുഴുവനും ഈ ലോകത്തിൻ്റെ അനുരൂപന്മാരായി എന്തും ചെയ്തു കളയാമെന്നുള്ള വ്യാമോഹത്തോടുകൂടെ ജീവിച്ചു പോയ ഒരു കാലഘട്ടം നമ്മുടെ ജീവിതങ്ങൾക്കകത്തുണ്ടായിരുന്നു. എന്തും ചെയ്തു കളയാം, ആരെയും എന്തും ചെയ്യാം, ഈ രാജ്യത്തെ എടുത്ത് തലകുത്തനെ വെച്ച് കളയാം എന്നുള്ളൊരു വ്യാമോഹം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. എന്നാൽ വഴിവെക്കിൽ നിന്നും ദൈവത്തിൻ്റെ ദാസന്മാർ പ്രസംഗിച്ച ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ജീവിതങ്ങളിൽ രൂപാന്തരങ്ങൾ വരുത്തിയത്. വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ച് ഹൃദയത്തെ മൂടിവെച്ച് അന്ധകാരത്തിൻ്റെ ശക്തി മാറിയപ്പോൾ വെളിച്ചം ഉള്ളിൻ്റെ അകത്ത് പ്രകാശിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ഒന്നുമല്ല. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറയുന്ന ഒരു മനുഷ്യൻ ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാണ്. ഏതു ജാതീയ കുലത്തിൽ ജനിച്ചാലും, ഏതു സമ്പന്ന വീട്ടിൽ ജനിച്ചാലും, ഏതു വർണ്ണത്തിലും നിറത്തിലും ജനിച്ചാലും ഒരു മനുഷ്യൻ ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം. മേളോട്ട് വലിച്ചു കയറ്റുന്ന ഒരു ശ്വാസം താഴോട്ട് പോയില്ലെങ്കിൽ 6 അടി ശവപ്പെട്ടിക്കകത്ത് ഒതുങ്ങുന്ന അല്ലെങ്കിൽ ഒരു പട്ടറയിൽ ഉറങ്ങുന്ന ശരീരമാണ് മനുഷ്യൻ്റെ ശരീരമെന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് മനസ്സിലായത്, നമ്മൾ ചെയ്തു കൂട്ടുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും ഒന്നും നല്ലതല്ല, അതെല്ലാം വ്യർത്ഥമാണ് എന്ന് മനസ്സിലായത് ഈ വേദപുസ്തകത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, മനുഷ്യനെ മാറ്റാൻ, മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് മാറ്റം തരുവാൻ ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് സത്യവേദ പുസ്തകമാണ്. ഒരു മനുഷ്യൻ്റെ ജനനം, അവൻ്റെ അമ്മയുടെ ഉദരത്തിലുണ്ടാകുന്ന ജനനം, ഈ ഭൂമിയിലുണ്ടാകുന്ന ജനനം, അവൻ്റെ ജീവിതം, അവൻ്റെ യൗവനം, അവൻ്റെ സകലതുമായിരിക്കുന്ന പ്രവൃത്തികളെ വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് സത്യവേദ പുസ്തകമാണ്. ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നതെല്ലാം മുന്നറിയിപ്പുകളും ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും കഴിഞ്ഞ നാളുകൾ സംഭവിച്ചു കഴിഞ്ഞതും ഇനിമേൽ സംഭവിക്കാനുള്ളതുമായിരിക്കുന്ന സകല സംഭവങ്ങൾ കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നതാണ് സത്യവേദ പുസ്തകമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബൈബിളിന് സത്യം മാത്രം പ്രസംഗിക്കുന്ന, സത്യം മാത്രം പറയുന്ന ഒരു പുസ്തകമെന്ന പേര് ഈ ലോകത്തിൽ ലഭിക്കുവാൻ ഇടയായത് സത്യം മാത്രം വെളിപ്പെടുത്തുന്നതുകൊണ്ടാണ്. ഇന്ന് ലോക സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും, രാഷ്ട്രീയ പ്രവർത്തനമാകട്ടെ, മറ്റ് ഏത് പ്രവർത്തനങ്ങളാകട്ടെ, ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നെല്ലാം സത്യവേദ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലെന്ന് ഞങ്ങൾ ധൈര്യപൂർവ്വം വിളിച്ചു പറയുകയാണ്. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ സമാധാനത്തിന് വേണ്ടി ഓടുകയാണ്. എത്രയോ കുടുംബങ്ങൾ സമാധാനമില്ലാതെ ഓടുന്നു. മക്കളെ കൊണ്ട് സമാധാനമില്ലാതെ, മക്കളെ കൊണ്ട് സ്വസ്ഥതയില്ലാതെ അനേകം മാതാപിതാക്കൾ ഇന്ന് അലറിക്കരയുന്ന അനുഭവങ്ങളാണ് ഈ കൊച്ചു കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ രാജ്യമെന്നറിയപ്പെടുന്ന, ദൈവത്തിൻ്റെ നാടെന്നറിയപ്പെടുന്ന ഈ കൊച്ചു കേരളം 14 ജില്ലകളടങ്ങുന്ന വിവിധ മതതരത്തിൽ, വിവിധ വിശ്വാസങ്ങളിൽ ദൈവത്തെ ആരാധിച്ച് സഹോദരങ്ങളെ തുല്യങ്ങളെപ്പോലെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമാനും എല്ലാവരും ഒന്നിച്ച് ഐക്യതയോടുകൂടെ തോളോട് തോളുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ കേരളം ഇന്ന് മദ്യത്തിൻ്റെ, മയക്കുമരുന്നുകളുടെ, കഞ്ചാവിൻ്റെ, മറ്റ് വീര്യമുള്ള പേര് പോലും പറയാൻ കഴിയാത്ത മയക്കുമരുന്നുകൾക്ക് അടിമയായി ഇന്നത്തെ യുവതലമുറകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് മാനവരാശിയുടെ പാപപരിഹാരത്തിനായി ഈ താണഭൂമിയിൽ ഇറങ്ങി വന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് യേശുവിൻ്റെ ക്രൂശിലെ മരണത്തെ ഓർത്തുകൊണ്ട് അനേക സഹോദരിമാർ യേശുവിൻ്റെ പിന്നാലെ ഓടിയതായി വിശുദ്ധ ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ യേശുവിൻ്റെ മരണം അതിക്രൂരമായിരിക്കുന്നൊരു മരണമായിരുന്നു. ഈ ലോകത്തിൽ ജനിച്ച ഒരു മനുഷ്യനും ഇനി ജനിപ്പാനുള്ളവർക്ക് ആർക്കും പോലും കിട്ടാത്ത ക്രൂരമായ ഒരു മരണമാണ് യേശുവിൻ്റെ ജീവിതത്തിൽ ലഭിച്ചത്. കാരണം പാപത്തിനടിമയായ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ, പാപത്തിലൂടെ ജനിക്കപ്പെട്ട മനുഷ്യനെ നീതിമാനാക്കി മാറ്റുവാൻ, പാപത്തിലൂടെ ജനിക്കപ്പെട്ട മനുഷ്യനെ നീതിബോധമുള്ളവനാക്കി മാറ്റുവാൻ കർത്താവായ യേശുക്രിസ്തു തൻ്റെ സ്വന്തം ജീവനെ നൽകുവാൻ ഇടയായി. അതുകൊണ്ടാണ് യേശുവിൻ്റെ മരണം അത്ര ക്രൂരമായി, ആ മരണം തന്നെ യേശു ഏറ്റെടുത്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ സന്തോഷത്തോടെ പ്രസംഗിക്കുന്നത്, മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ നൽകപ്പെട്ടിരിക്കുന്ന നാമം യേശുക്രിസ്തുവിൻ്റെ നാമം മാത്രമാണ്. എന്നെ കേൾക്കുന്ന ബ്രായിബൂഡ് സഹോദരങ്ങളെ, ഈ സത്യത്തെ നിങ്ങൾ അറിയാതെ പോകരുത്. യേശുവിൻ്റെ ക്രൂരമായ മരണത്തിൻ്റെ മുമ്പാകെ അനേക സഹോദരിമാർ അലറിക്കരയുന്ന അനുഭവങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നു. കരഞ്ഞുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെ നോക്കിയിട്ട് യേശു പറഞ്ഞിരിക്കുന്ന ഒരു സത്യം ഇങ്ങനെയാണ്: യെരൂശലേം നിവാസികളെ, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ തലമുറയും ചൊല്ലി കരഞ്ഞുകൊള്ളുവിൻ. ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിൻ്റെ വാമൊഴികളായി പറയപ്പെട്ട ആ വാക്കിൻ്റെ അർത്ഥം ആർക്കും അതിനെ ഗ്രഹിച്ചെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല, ആർക്കും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ 2025 തുടക്കത്തിൽ, ഈ 3-ാമത്തെ മാസത്തിൻ്റെ അവസാന ആഴ്ചകൾ നിന്നുകൊണ്ട് ലിവിൻ വേ മിനിസ്ട്രിയുടെ പേര് നടക്കുന്ന ഈ സുവിശേഷത്തിലൂടെ ഞങ്ങൾ വെളിപ്പെടുത്തുന്നു, ഇന്ന് അനേക മാതാക്കൾ, അനേക വ്യക്തികൾ തൻ്റെ തലമുറയ്ക്ക് വേണ്ടി കരയുന്ന അനുഭവങ്ങളുണ്ട്.
ഇന്ന് ജയിലറകളിൽ നമ്മൾ പോയി നോക്കിയാൽ 16 വയസ്സ് മുതൽ 20 വയസ്സിന് പ്രായമുള്ള അനേക യുവതലമുറകൾ ഇന്ന് ജയിലറകൾ അടക്കപ്പെട്ടിരിക്കുകയാണ്. അവരുടെ കേസ് എന്തെന്ന് കേട്ടാൽ കൊലപാതകം, മോഷണം, അതുപോലെ തന്നെ മറ്റു ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായി അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് സ്വത്രം ജയിലുകളിൽ യൗവനക്കാർ ജയിലുകളിലായിരിക്കുന്നത്. സമാധാനത്തിൻ്റെ നാടായ കേരളത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ പാറശാലയിലും വെള്ളറടയിലും അതുപോലെ തന്നെ വെഞ്ഞാറുമൂടുമൊക്കെ നടന്ന സംഭവങ്ങൾ വെളിപ്പെടുത്തുന്നത് യൗവനക്കാരികളായ സഹോദരിമാർ, യൗവനക്കാരായ സഹോദരങ്ങൾ സ്നേഹത്തിൻ്റെ പേരിലും മാതാപിതാക്കൾ പറഞ്ഞതിൻ്റെ പേരിലും മൊബൈലിൻ്റെ പേരിലും അവർക്ക് ലഭിക്കേണ്ടതായ നന്മകൾ ലഭിക്കാത്തതിൻ്റെ പേരിലുമൊക്കെ ഈ മനുഷ്യരെ കൊല്ലുന്ന ഒരു അനുഭവങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് മനുഷ്യൻ സമാധാനമില്ലാതെ നെട്ടോട്ടമോടുകയാണ്. എവിടെ നിന്നാണ് സമാധാനം ലഭിക്കും? എവിടെ നിന്നാണ് ആശ്വാസം നൽകും? ഇങ്ങനെ മനുഷ്യൻ ചിന്തിച്ചുകൊണ്ട് അനേക മാതാക്കൾ, പിതാക്കന്മാർ, അനേക സഹോദരിമാർ സമാധാനത്തിന് വേണ്ടി മുറവിളിപ്പെടുത്തുമ്പോൾ വിശുദ്ധ വേദപുസ്തകം ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന് 42-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ഈ ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല. ഈ ലോകം ഒരു മനുഷ്യന് കൊടുക്കുന്ന സമാധാനം താൽക്കാലിക സമാധാനമാണ്. ഈ ലോകത്തുള്ള മനുഷ്യനോ ഭരണകൂടങ്ങളോ സംവിധാനങ്ങളോ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന സമാധാനം താൽക്കാലികമാണ്. എന്നാൽ ദൈവം കൊടുക്കുന്ന സമാധാനം താൽക്കാലികമായ സമാധാനമല്ല, എല്ലാ നാളും നിലനിൽക്കുന്ന ഒരു സമാധാനത്തെയാണ് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ജനത്തിനു വേണ്ടി കൈമാറിയിരിക്കുന്നത്. ദൈവം പറയുന്നു, ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി സമാധാനം നൽകിയിരിക്കുന്നു. സങ്കീർത്തന പുസ്തകം 29-ാം അധ്യായം 11-ൽ പറയുന്നു, ഇസ്രായേലിന്റെ മേൽ അനുഗ്രഹത്തിൻ്റെ പദമാണ് സമാധാനമെന്ന് പറയുന്നത്. യേശുവിൻ്റെ പേര് തന്നെ സമാധാന പ്രഭു എന്നാണ്. സമാധാനം കൊടുക്കാൻ കഴിയുന്നുവെങ്കിൽ അവന് സമാധാനമുണ്ടായിരിക്കണം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യേശു ക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നു, അവൻ സമാധാന പ്രഭു, അത്ഭുത മന്ത്രി, നിത്യപിതാവ്, വീരനാം ദൈവം എന്നാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സമാധാനമില്ലാതെ, മനുഷ്യന് സ്വസ്ഥതയില്ലാതെ, ജീവിതത്തിനകത്ത് സമാധാനമില്ലാതെ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്ന സഹോദരങ്ങളെ, ഒരു നിമിഷം നിങ്ങൾ ഈ ദൈവവചനത്തിലേക്ക് ചെവി കൊടുക്കുവാൻ ഞങ്ങൾ താഴ്മയുടെ ഭാഷയിൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ ഇന്ന് നീ നേരിടുന്ന ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ മാറ്റാൻ, തലമുറയെക്കുറിച്ചുള്ള വേദനകൾ മാറ്റുവാൻ, നിന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രയാസങ്ങൾക്കും മാറ്റം തരുവാൻ ഈ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ശബ്ദത്തിന് കഴിയുമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവം മനുഷ്യന് സമാധാനത്തെ നൽകിയിരിക്കുന്നു എന്ന് റോമാലേഖനവും കൊലോസ്യലേഖനവും ശക്തമായി നമ്മളെ വെളിപ്പെടുത്തുന്നു. ആർക്കാണ് സമാധാനമില്ലാത്തത്? ദൈവമില്ലാത്ത ജീവിതങ്ങൾക്ക് സമാധാനമില്ല. ദൈവഭയമില്ലാതെ, ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കാതെ, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാത്ത അനേക വ്യക്തികൾക്ക് ഇന്ന് സമാധാനമില്ലാതെ പോയിരിക്കുന്നു. ദൈവമില്ലെന്ന് പറയുന്നവരും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇല്ല എന്ന് വെളിപ്പെടുത്തുന്നവർക്കും സമാധാനമില്ല. അവർ സമാധാനത്തിന് വേണ്ടി ഓടുകയാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ആ സമാധാനം കർത്താവായ യേശുക്രിസ്തുവിലേക്ക് ഉണ്ടാകുന്നു. നീ ഏത് ഗോത്രത്തിലും, ഏത് ഭാഷയിലും, ഏത് മതത്തിലും ജനിച്ച വ്യക്തിയാണെങ്കിലും യേശുക്രിസ്തു നിനക്ക് മേൽ സമാധാനം തരുവാൻ ശക്തനാണ്. ഇവിടെ പ്രസംഗിക്കുന്ന ഒരു മതം മാറ്റ പ്രസംഗമല്ല. ഇവിടെ പ്രസംഗിക്കുന്നത് ജാതി മാറ്റാനോ മതം മാറ്റാനോ, ഹിന്ദുവിനെ വിളിച്ച് ക്രിസ്ത്യാനിയിൽ നിന്നോ മുസ്ലിമിനെ വിളിച്ച് ക്രിസ്ത്യാനിത്തിലോ കൊണ്ടുവരുന്ന പരിപാടിയല്ല. ഇവിടെ നടക്കുന്നത് മനസ്സുകൾക്കൊരു മാറ്റം വരണം, മനസ്സുകൾക്കൊരു രൂപാന്തരം വരണം. ഞങ്ങളുടെ പേരുകളെല്ലാം ഇവിടെയുള്ള മാന്യമായുള്ള പേരുകളാണ് നമുക്കുള്ളതും. നമ്മുടെ സർട്ടിഫിക്കറ്റിനുമെല്ലാം അത് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. പക്ഷേ നമുക്കൊരു മനമാറ്റമുണ്ടായി.
പാപത്തിൻ്റെ വഴിയിൽ നിന്നും നീതിയുടെയും സമാധാനത്തിൻ്റെ വഴിയിലേക്ക് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം തിരിഞ്ഞു വരുവാൻ ഇടയായി മാറി. എൻ്റെ വീട് നെയ്യാറ്റിങ്കരയാണ്. നെയ്യാറ്റിങ്കര സർക്കാർ ആശുപത്രിക്ക് തൊട്ടുമേളിൽ വഴുതൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ഈ പ്രദേശമൊന്നും എനിക്കറിയാത്ത പ്രദേശമല്ല. അനവധി കൂട്ടുകാർ എനിക്കുണ്ട്. ഞാൻ നെയ്യാറ്റിങ്കര ബോയ്സ് സ്കൂളിലാണ് എൻ്റെ പഠനമൊക്കെയും പൂർത്തീകരിച്ചത്. എൻ്റെ കൂടെ പഠിച്ചവർ ഈ ദേശത്തുണ്ട്. പോലീസുകാരുണ്ട്, ASI ആയി ജോലി ചെയ്യുന്നവരുണ്ട്, സെക്രട്ടേറിയറ്റ് ജോലി ചെയ്യുന്ന അനേകം പേര് ഈ ബ്ലാങ്ങാമുറിയും ബ്രായ്മൂട് പ്രദേശത്തിലൊക്കെ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സഹപാഠികൾ ഉണ്ട്. ഞങ്ങൾ വർഷത്തിലൊരു പ്രാവശ്യം ഈ തൊട്ട് അടുത്തുള്ള ആ കരിനട എന്ന് പറയുന്ന ആ പ്രത്യേകമായൊരു ഹാളിൽ ഒരുമിച്ച് കൂടാറുണ്ട്. അപ്പോൾ ഈ ദേശം നമുക്കറിയാത്ത ദേശമല്ല. ഈ ദേശം ഞങ്ങളുടെ ദേശമാണ്, ഞങ്ങളുടെ സഹോദരങ്ങളുടെ ദേശമാണ്. നെയ്യാറ്റിങ്കര താലൂക്കിലാണ് ഞാനും ജീവിക്കുന്നത്. നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റിയുടെ ഒരു വാർഡിലെ അംഗമാണ് ഞാനും. വിദേശത്തു നിന്നോ മറ്റു രാജ്യത്തു നിന്നോ വന്നവരല്ല ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയും, ഞങ്ങൾ അനുഭവിച്ച നിത്യ സന്തോഷമാണ് ഞങ്ങൾ ഇന്ന് ബ്രായ്മൂട് പട്ടണത്തിൽ വിളിച്ചു പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് രാത്രികാലം ഈ സന്ധ്യാസമയം ഞങ്ങൾ വിളിച്ചു പറയട്ടെ. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഒരിക്കൽ ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായി എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അതിൽ രണ്ടാമത്തെ മകൻ അപ്പൻ്റെ നിന്നും സകല അധികാരവും വാങ്ങിക്കൊണ്ട് അവൻ സ്വന്തം വീട് വിട്ട് മറ്റൊരു ദേശത്തേക്ക് കടന്നുപോയി. അവന് പണമുണ്ടായിരുന്നപ്പോൾ, അവൻ്റെ കയ്യിൽ അധികാരമുണ്ടായിരുന്നപ്പോൾ അനേക കൂട്ടുകാർ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അവൻ്റെ പണം നഷ്ടപ്പെട്ടു. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന നന്മകൾ തീർന്നപ്പോൾ അവൻ്റെ കൂട്ടുകാരുമെല്ലാം ഈ ലോകം വിട്ടു മാറി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിനക്ക് അധികാരമുണ്ടെങ്കിൽ, നിൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ അറിയപ്പെടാത്ത കൂട്ടുകാർ നിനക്ക് ഉണ്ടാകും. എന്നാൽ നിൻ്റെ കയ്യിൽ ഇതെല്ലാം നഷ്ടപ്പെടുമ്പോൾ ഒരു കൂട്ടുകാരും നിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. എന്നാൽ ക്രിസ്തു അങ്ങനെയല്ല. നീ കൊടുത്താലും ഇല്ലെങ്കിലും, നീ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ആ സ്നേഹത്തെയാണ് ഞങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഒരു മതത്തെയോ ഒരു ക്ഷേത്രങ്ങളെയോ ഒരു ദൈവങ്ങളെയോ കുറ്റം പറയാനോ അവരെ മോശമായി ചിത്രീകരിക്കാനല്ല ഞങ്ങൾ വന്നത്. അതാത് മതങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്, ഞങ്ങൾ ആദരിക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ നീതിയും സത്യത്തെയും കുറിച്ച് ഞങ്ങൾ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു. ഞങ്ങളുടെ ദൈവം നീതിയുള്ളവനും സത്യമുള്ളവനും മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട് ഏത് മതത്തിലും ഏത് നിറത്തിലും ഏത് ജാതിയിലും ജനിച്ചവനെ ഒന്നുപോലെ സ്നേഹിപ്പാൻ കഴിവുള്ള ഒരേ ഒരു ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ആ ദൈവത്തിന് മുമ്പിൽ ജാതി വ്യത്യാസമില്ല, നിറവ്യത്യാസമില്ല, വർണ്ണവ്യത്യാസമില്ല. ഏത് മനുഷ്യനും ദൈവമേ ഞാനൊരു പാപിയാണ്, എൻ്റെ പാപം മോചിക്കണം, എൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരണം, നീ എനിക്ക് വേണ്ടി കാൽവരിയുടെ ക്രൂശിൽ മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന തേജോമനനായ പുത്രനാണ് കർത്താവായ യേശു ക്രിസ്തു. സ്വയം മരിച്ചുകൊണ്ട്, സ്വയം ജീവനെ കൊടുത്തുകൊണ്ട് മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പുത്രനാണ് കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഒരു വർഗത്തെ കൊന്നിട്ട് ഒരു വർഗത്തെ എന്നേക്കുമായി അടിച്ചമർത്തിയിട്ട് മറ്റൊരു വർഗത്തെ രക്ഷിക്കുവാനല്ല യേശു വന്നത്. എല്ലാ മനുഷ്യരെയും ഒന്നുപോലെ രക്ഷിച്ച് സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ട് മനുഷ്യരെ വിലയ്ക്ക് വാങ്ങുവാനായി വന്ന ഒരേ ഒരു ദൈവപുത്രനാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് സമാധാനത്തിൻ്റെ പുത്രൻ, സമാധാനപ്രിയൻ എന്നൊക്കെ യേശുവിനെ കുറിച്ച് പറയുന്നത്. ബ്രായ്മൂട് പ്രദേശത്തോട് എൻ്റെ സഹോദരങ്ങളോട് വിളിച്ചു പറയുന്നു, ആ മുടിയനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ അവൻ്റെ അപ്പൻ അവനെ സ്നേഹിച്ചതുപോലെ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ആ ദൈവത്തിലേക്ക് നിങ്ങൾ വരുവാൻ തയ്യാറാകുമെങ്കിൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും, നിൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ആ ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ദൈവം നിന്നെ സ്വന്തം ചെയ്യുന്നു, ആദരിക്കുന്നുണ്ട്. ആ കർത്താവ് നിന്നെ മാടി വിളിക്കുന്നുണ്ട്. യേശുവിൻ്റെ അടുക്കിലേക്ക് നീ വരുവാൻ തയ്യാറാകണം.
ഇന്ന് പകൽക്കാലം ഈ ആത്മീയമായ സന്ദേശം ദൈവം നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ എന്നെയും ദൈവം അധികാരപ്പെടുത്തിയല്ലോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിത്ര, സമാധാനത്തിൻ്റെ പ്രഭുവേ, ഈ ബ്രായിമൂട് ദേശത്ത് ഞങ്ങളുടെ ശബ്ദം കേട്ട സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹോദരിമാർക്കായി, അവരുടെ കുടുംബങ്ങൾക്കായി, ബിസിനസ്സുകൾ ചെയ്യുന്ന സഹോദരങ്ങൾക്ക്, ഓട്ടോറിക്ഷകൾ ഓട്ടിക്കുന്ന സഹോദരങ്ങൾക്ക്, ഈ വഴിയാത്രയിൽ ആയിരിക്കുന്നവർ, ബൈക്കുകൾ സഞ്ചരിക്കുന്ന, കാറുകൾ സഞ്ചരിക്കുന്ന, ബസ്സിന് വേണ്ടി കാത്തിരിക്കുന്ന സകലവരെയും ദൈവകരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമാധാനം നഷ്ടപ്പെട്ട ലോകത്തിൽ സമാധാനം പിടിച്ചെടുത്തുകൊണ്ട് സമാധാനത്തോടുകൂടെ ജീവിപ്പാൻ ഈ ജനത്തെ അവിടുന്ന് സഹായിക്കണം. കണ്ണുനീരോടിരിക്കുന്ന അനേക പേർക്ക് ആശ്വാസം പകരണമേ. ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കും. ദൈവം അവിടുന്ന് അനുഗ്രഹിക്കും. കൃപയുടെ കരത്തിൽ പൊതിയും, മഹത്വം എടുക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. കൃപ തോന്നി കേൾക്കണം നല്ല പിതാവേ. ആമേൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പേരിലും ധനൂശവരം ലിബിൻ ബേ മിനിസ്ട്രിയുടെ പേരിലുമുള്ള സ്നേഹവന്ദനവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഈ പ്രസംഗത്തിൽ വിരാമമിടുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.